നമസ്കാരം. പതിവ് തെറ്റിച്ചില്ല. ഞങ്ങൾ ഇത്തവണയും ഉള്ളത് മലയൻകീഴ് ശ്രീ ഈശ്വരസ്വാമി ക്ഷേത്രത്തിലെ അന്നദാന പുരയിലാണ്. ഇവിടെ വർഷങ്ങളായി മുടങ്ങാത്ത ചില പതിവ് കാഴ്ചകളുണ്ട്. ദിവസവും ആയിരക്കണക്കിന് പേർ ഈ ഉത്സവം തുടങ്ങി ആ 7 ദിനരാത്രങ്ങൾ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്കുള്ള അന്നദാനം, വൈകിട്ട് സായാഹ്ന ഭക്ഷണം, അങ്ങനെ ആയിരക്കണക്കിന് പേർ ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്നും ആത്മസംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു കാഴ്ച ഇവിടുത്തെ ഈ ഉത്സവകാലത്തെ ഒരു പതിവ് കാഴ്ചയാണ്. ഒപ്പം ഇവിടെ നിസ്വാർത്ഥ സേവകരായി നിരവധി പേരുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷവും ഈ 3 പേരെ നമ്മളിവിടെ കണ്ടിരുന്നു. അവർ രാവും പകലും ഒരു മടുപ്പുമില്ലാതെ ഭഗവാന്റെ ആ ഒരു ചിന്തയും ആ ഒരു പുണ്യവുമായി ഇത്തവണയും നമ്മൾ അവരെ കണ്ടു. കഴിഞ്ഞ തവണയും കണ്ടു. ആ 3 പേരോട് നമുക്ക് ചോദിക്കാം, ഇത്തവണയും ഈ ഒരു ഉത്സവത്തിന്റെ സന്തോഷം, അതിൻ്റെ ഒപ്പം ഈ തിരക്കാണ്, ഇതൊരു പുണ്യ കർമ്മമായി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിയേട്ടാ? നമുക്ക് പുണ്യകർമ്മമായിട്ടാണ് തോന്നുന്നത്. ഭഗവാന് വേണ്ടി എന്തും അർപ്പിക്കാൻ തയ്യാറാണ്. ഈ ആയിരക്കണക്കിന് പേരാണ് വരുന്നത്. ക്ഷീണം ഉണ്ടാവും, എന്നാലും ഒന്നും തോന്നുന്നില്ല. അതൊന്നും നമുക്ക് ക്ഷീണമൊന്നും വരില്ല. അതൊക്കെ എല്ലാവരും നോക്കിക്കോളും. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഈ മലയൻകീഴുകാരെ സംബന്ധിച്ച് ഭഗവാന്റെ ആ ഒരു കാരുണ്യമില്ലാതെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ചും മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ എല്ലാവർക്കും. മത ജാതി ചിന്തകൾക്കപ്പുറം, കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം, പ്രത്യേകിച്ച് ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഉണ്ട്. സ്ഥാനാർത്ഥികളും അണികളും വിശ്വാസികളും എല്ലാം ഒന്നിച്ചു കൂടുന്നു. അവരെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അവിടുത്തെ ഭഗവാനുമാണ്. മാത്രമല്ല, മാധവകവി സംസ്കൃതി കേന്ദ്രം, എല്ലാവർക്കും അറിയാം, അന്നദാനം, അന്നപ്പെട്ടി, അന്നദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലയൻകീഴിന്റെ മാത്രം സവിശേഷതയാണ്. ഇവിടെ മാധവകവി സംസ്കൃതി കേന്ദ്രത്തോട് ചേർന്ന് മുടങ്ങാതെ അന്നദാനം ഇവിടെ നിരാലംബർക്ക് അന്നദാനം ഒരുക്കുന്നുണ്ട്. ഉച്ചഭക്ഷണവും സായാഹ്ന ഭക്ഷണവും നിത്യവും നൽകുന്നുണ്ട്. ഉത്സവ സമയത്താണ് ഈ ഒരു കാഴ്ചയുള്ളത്. മാത്രവുമല്ല, അന്നപ്പെട്ടി മലയൻകീഴ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും നിരാലംബർക്ക് ഒരു നേരത്തെ അന്നത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നദം, അങ്ങനെ ഒരുപാട് മഹത് കാര്യങ്ങൾ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഈ ഒരു നാടുമായി ബന്ധപ്പെട്ടും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറലോകം അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മലയൻകീഴ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും പലയിടത്തും ഇത്തരത്തിൽ അന്നപ്പെട്ടിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മറ്റാൾക്കാരോട് ചോദിക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത്. ഈ ഒരു അന്നദാനം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മുടങ്ങാതെ 3 നേരവും എല്ലാവരും ആയിരക്കണക്കിന് പേര്, നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കാര്യം ഉണ്ണിക്കണ്ണന് രാവിലെ ദർശനം ചെയ്തിട്ട് പ്രസാദം സ്വീകരിക്കുന്നത് വളരെ മൈൻഡിനൊരു മാതൃകയല്ലേ എല്ലാവരും? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും നമ്മുടെ ഉണ്ണിച്ചേട്ടനും എൻ്റെ സഹപാഠിയുമായ ദിലീപും ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഇതിൻ്റെ ഒരു ആവേശം ചേട്ടാ നമ്മൾ എത്ര മലയാളികാർക്ക് പറഞ്ഞാൽ തീരുമില്ല എന്നാ ഉള്ളത്? നമ്മൾ ഒരുപാട് ആവശ്യമുണ്ട് ഇത്. അതായത് നമ്മളെല്ലാ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ കാര്യമായിട്ടാണ്. നല്ല ആവശ്യമുണ്ട്. നമുക്കിവിടെ അന്നദാനത്തിൽ അതിൽ പങ്കാളികളായിരിക്കുന്നവരോട് ചോദിക്കാം, ചേച്ചി ഇതിൽ പങ്കെടുക്കുമ്പോണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. നമ്മൾ ആ ഭഗവാന്റെ ഒരു നേരത്തെ അന്നം കഴിക്കും. എന്ത് തോന്നുന്നു? സന്തോഷം. എല്ലാ വർഷവും വരാറുണ്ടോ? നിങ്ങളിവിടെ വന്നിട്ട് 3 വർഷമായുള്ളൂ. അന്ന് വലിയ എല്ലാ പ്രാവശ്യം വരാറ്. എവിടെയാണ് സ്ഥലം? സ്വദേശം ഇവിടെ അടുത്ത് സ്വന്തം സ്ഥലം ആറ്റിങ്ങലാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് മേടിക്കും. അപ്പോൾ എന്ത് തോന്നി മലയൻകീഴും പരിസര പ്രദേശം? അയ്യോ, അത് ഭയങ്കര ആഹ്ലാദമല്ലേ, ഭയങ്കര സന്തോഷമല്ലേ. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിക്കാം, അവർക്കും പറയാനുണ്ടാവും. മക്കളെ, എന്ത് തോന്നുന്നു ഇവിടുത്തെ അന്നദാനം ഒക്കെ കണ്ടിട്ട്? എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടോ? എന്താണ് കഴിക്കണേ? ഇഡ്ഡലി, സാമ്പാറും ചമ്മന്തിയും രസവടയും. കൃഷ്ണസ്വാമി തൊഴുതോ? ആറാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തുവാണ്? ആറാട്ട് ഉത്സവത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തുവാണ്? എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഒരു കാര്യം കൂടുതൽ ഇഷ്ടം കാണുമല്ലോ. എന്തെല്ലാം ഉണ്ട്? ആനയുണ്ട്, ഉത്സവ പറമ്പിൽ എല്ലാം ഉണ്ടല്ലോ. എന്താ ഇഷ്ടം? ആനയെ കാണാൻ. കണ്ടോ ആനയെ കണ്ടോ? നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടെ? എനിക്കിഷ്ടം പോലെ ഈ ചെണ്ടയൊക്കെ കൊട്ടുന്നതാണ്. ചെണ്ടയാണോ ഇഷ്ടം? ചെണ്ട പഠിക്കുന്നുണ്ടോ? ചെണ്ട ഇല്ല, വീട്ടിൽ കൊട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇനി ഇല്ല, ഇനിയിപ്പോൾ ചിലപ്പം പോകും, ഇല്ലെങ്കിൽ വെക്കേഷൻ എപ്പോഴെങ്കിലും അമ്മ കൊണ്ടാക്കും. ശരി. അപ്പോൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളിൽ ആന, ചെണ്ടമേളം, നിരവധി കലാരൂപങ്ങൾ, അന്നദാനം, പിന്നെ ഉത്സവ ആഘോഷ പറമ്പിലെ പല കാഴ്ചകൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഏതായാലും മലയൻകീഴുകാരുടെ ആവേശം പൊടി പൂരം തന്നെയാണ്. ഇനിയുള്ള 7 ദിനരാത്രങ്ങൾ വലിയ ആഘോഷമാണ്. നമുക്ക് കൂടുതൽ പേരോട് ചോദിക്കാം പ്രതികരണം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഉത്സവകാലത്ത് ഒന്നിച്ചു കൂടുന്നു എന്നുള്ളതാണ് മലയൻകീഴിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഔദ്യോഗിക രംഗത്ത് തിരക്കിലായിരുന്നപ്പോഴും അതിനുശേഷവും റിട്ടയർമെന്റ് ജീവിതത്തിലും ആ തിരക്കിന് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തുന്ന ഒരുപാട് പേർ. നമ്മൾ കഴിഞ്ഞ തവണയും അവനെ പരിചയപ്പെട്ടിരുന്നു. ഈ ഒരു ആഘോഷം, ഇതിൻ്റെ ഒരു ആവേശം മലയൻകീഴിൻ്റെ ഒരു ആവേശമാണിത്. മലയൻകീഴ് തിരുവല്ലയുടെ ആറാട്ടം എന്ന് പറഞ്ഞാൽ മലയൻകീഴിൻ്റെ ആവേശമാണ്.
ഒരു വശത്ത് മീനച്ചൂട്, മറുവശത്ത് തിരഞ്ഞെടുപ്പ് ചൂട്, ഇതിനിടയിൽ ഉത്സവ ചൂട്. എന്ത് ചൂടാണെങ്കിലും ഭഗവാൻ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. ഭഗവാന്റെ ചൂടാണ് എല്ലാം, അത് കഴിഞ്ഞേ ബാക്കി എല്ലാം ഉള്ളൂ. ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്ക് വലിയൊരു ശ്രമം ഇതിന് മുൻപ്, ഒരു വർഷം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. നമുക്ക് ചോദിക്കാം, ചേട്ടാ, ഈ ഒരു ഉത്സവം കഴിയുമ്പോൾ തന്നെ അടുത്ത ഉത്സവത്തിന്റെ തിരക്കിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് വലിയ മുന്നൊരുക്കങ്ങളാണ്? മുന്നൊരുക്കങ്ങളാണ്. ഈ അന്നദാനത്തെ കുറിച്ച് തന്നെ പറഞ്ഞു. അന്നദാനം ഒരു സംഭവമാണ്. ഒരു 10,000-2000 പേര് രാവിലെ കഴിക്കും, ഉച്ചയ്ക്കും ഒരു 10,000 പേര് വരും. വൈകുന്നേരം അതേപോലെ, വൈകുന്നേരം പറയാൻ പറ്റില്ല, ആ തിരക്കുള്ളതുപോലെ ഇരിക്കും വൈകുന്നേരത്തെ. ഈ സാധാരണ 100-200 പേര് വരുമ്പോൾ തന്നെ പലയിടത്ത് തിരക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത്ര പേര് ഇങ്ങനെ പാത്രത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. കഴിച്ച് ആ പാത്രം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കഴിച്ച് പാത്രം കഴുകി പറവറ എടുക്കും. 1000 പ്ലേറ്റ് ഉണ്ടാവും, അതെത്രയും 2-3 പ്രാവശ്യമായിട്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് തുടങ്ങിയ നേരം തൊട്ട് വിശ്രമമില്ല. പക്ഷേ അവരുടെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നമുക്ക് മലയൻകീഴുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കർമ്മമായിട്ടാണ്. എന്ത് തോന്നുന്നു? ഭഗവാന്റെ ഉത്സവമല്ലേ, നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഭഗവാന്റെ ഉത്സവം നമ്മൾ ചെയ്യും. ഈ മറ്റെല്ലാ ആഘോഷങ്ങളെക്കാളും വലുതായിട്ടാണ് എപ്പോഴും തോന്നാറ്. അത്രയേ ഉള്ളൂ. മലയങ്കര ദേശീയ ഉത്സവമല്ലേ, നമ്മൾ മലയങ്കര നമ്മുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. അപ്പോൾ 1-2 പേരല്ല, 5000 പേരാണ് ഓരോ നേരവും വരുന്നത്. ഇത്രയും പേർക്ക് ഒന്നിച്ച് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് വലിയ ശ്രമമാണ്. എന്നാലും ഇത് നൽകുന്നൊരു സന്തോഷം എന്തുവാണ്? അത് കോവിലാകാരമില്ലേ, നമ്മളെ എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? നമ്മൾ 10-30 വർഷം കൊണ്ട് 1-2 അല്ല, 30 വർഷം കൊണ്ട് ഈ ഒരു ശ്രമം അത് വലിയ സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ ഭഗവാന്റെ നടയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും പറയുന്നത്. അതിപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവരായാലും വിളമ്പുന്നവരായാലും അത് വാങ്ങി കഴിക്കുന്നവരായാലും എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണി മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി.